നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അറിയല്ലോ, അഞ്ചു എന്റെ വല വീണ് കഴിഞ്ഞു മോനെ. എടാ, അവള് ബോക്സറാണ്, സൂക്ഷിച്ച് വേണം ഇടപെടാൻ. നീ വാടാ. ആടി ആടി പോയിട്ട് ഇടിയിട്ടല്ലേ നോക്കി. ജോഗിങ്ങിന് ഇറങ്ങിയതായിരിക്കുമല്ലേ? അല്ല, ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ കാണുന്നില്ല. അയ്യോ പാവല്ലേ. നിങ്ങൾ കുറെ നേരമായിട്ട് ഇവിടെ വായി നോക്കി നിൽക്കുകയാണല്ലോ. നിങ്ങളാണോ ഞങ്ങളുടെ വണ്ടി എടുത്തോണ്ട് പോയത്? ഞങ്ങളോ? ഞങ്ങറിയില്ല. സൈക്കിൾ അല്ലാതെ വേറൊരു വണ്ടി എവൻ ഓട്ടിക്കാനെന്ന് പറഞ്ഞൂടാ. സത്യമല്ലേ? വണ്ടി മോഷ്ടിക്കുന്നതിന് അതിന് നിങ്ങൾ തന്നെ ഓടിക്കണമെന്നൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ വണ്ടി എവിടെ? നിങ്ങളാണ് പൊക്കിയെങ്കിൽ സത്യം പറയണം. സത്യം പറഞ്ഞില്ലെങ്കിലേ ഞങ്ങള് പോലീസിനെ വിളിക്കുവേ. പോലീസോ? നിന്നെയൊക്കെ കണ്ടാലറിയാം, നല്ല കള്ളലക്ഷണമാണല്ലോ. ആർക്ക്? യവനോ? യവന് പണ്ടേ ഈ ലക്ഷണം ഉണ്ടെന്ന് ഞാൻ പറയാറുള്ളതാ. നിന്ന് ഉരുളാതെ ഞങ്ങളുടെ വണ്ടി എവിടെയാന്ന് പറ. സത്യം പറയടാ. എടാ, ഇനി ഇവിടെ ഇന്നാലേ നമ്മളൊക്കെ വണ്ടി വാങ്ങി കൊടുക്കേണ്ടി വരും. നീ വാ പോവാ. നിങ്ങൾ ആ പാട്ട വണ്ടി ആർക്ക് വേണം? തൂക്കി കൊടുത്താൽ പോലെ ആർക്കും വേണ്ട. വണ്ടി എവിടെ? അതെ, അവന്മാരല്ലെങ്കിൽ ആരാ നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോയത്? ഇവിടെ പാർക്ക് ചെയ്തിരുന്നത് നിങ്ങളുടെ വണ്ടിയാണോ? ആ അതെ ചേട്ടാ, ഞങ്ങളുടെ വണ്ടിയാ. ആ വണ്ടി എടുത്തോണ്ടോ ആരാന്നറിയോ? നിങ്ങളുടെ വണ്ടി പോലീസാ കൊണ്ടുപോയത്. പോലീസോ? കൊച്ചുളുപ്പങ്കാലത്ത് നിങ്ങളുടെ വണ്ടി പോലീസ് ടോയത് കൊണ്ടുപോകുന്ന കണ്ടു. അയ്യോ, വണ്ടി വേണമെങ്കിൽ നേരെ സ്റ്റേഷനിലോട്ട് വിട്ടോ. അയ്യോ, നമ്മുടെ വണ്ടി എന്തിനായിരിക്കും പോലീസ് കൊണ്ടുപോയത്? ഹലോ സർ. ഇത്രയും നേരമായിട്ടും ഒരു പ്രതിയെ പിടിക്കാൻ പോലീസിന് വരെ കഴിഞ്ഞില്ലേ? എന്തൊരു നാണക്കേടാണോ ഇത്? താനൊക്കെ റോഡിൽ ചായയും വടയും കഴിച്ച് നടക്കാണോ? ഷെയിം ഓൺ യു. പ്രതി ഈ സ്ഥലം വിട്ട് പോയിട്ടില്ല സർ. എന്നിട്ട് എന്താണ് ഇതൊരു പ്രതിയെ പിടിക്കാത്തത്? സർ, പ്രതിയെ പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർ. എന്നിട്ട് എന്ത് കിട്ടിയടോ? ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു വാഹനം കണ്ടെത്തി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സർ. പ്രതി രക്ഷപ്പെട്ട വാഹനമാണോ? പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹനമാണോ എന്നതിന് തെളിവൊന്നും കിട്ടിയിട്ടില്ല. ചിലപ്പോ പ്രതി ഈ വാഹനം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത് തന്നെയായിരിക്കാം. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ വാഹനം ഉപയോഗിച്ച് കടന്നു കളഞ്ഞതും ആവാം. വാഹനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. വാഹനത്തിനുടമ ആരായാലും എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് ചിലരെ സംശയമുണ്ട് സർ. നിങ്ങൾ വണ്ടി എടുക്കാൻ പോയതല്ലേ? എന്നിട്ട് വണ്ടി എവിടെ? ഡീസൽ തീർന്ന് ഓഫായി പോയ വണ്ടിയല്ലേ? ഡീസൽ അടിക്കാതെ വണ്ടി എങ്ങനെ എടുക്കും? എവിടെന്നെങ്കിലും പോയി ഡീസൽ വാങ്ങേണ്ടി വരും. അതെ, കുപ്പി കൊണ്ട് ചെന്നാലേ ഇപ്പൊ ഒരിടത്തും ഡീസൽ തരില്ല. അതെ. ഇവിടെ അടുത്ത് പെട്രോൾ പമ്പ് എവിടെയാ? 1 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. ആ, എന്നാ പിന്നെ ഞങ്ങൾ അവിടെ പോയി ഡീസൽ വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ. വാ. ശരി. ഡീസൽ വാങ്ങാൻ പമ്പിലേക്കല്ലേ പോകേണ്ടത്? ഇവരെന്തിനാ അങ്ങോട്ട് പോയത്? പിള്ളേർക്ക് എന്തോ തരികിടയുണ്ടല്ലോ. നമ്മളെ വണ്ടി പോലീസ് പൊക്കിയെന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സംശയാസ്പദമായ നിലയിൽ നമ്മുടെ വണ്ടി റോഡിൽ കണ്ടതുകൊണ്ടാവും പോലീസ് പൊക്കിയത്. ട്രാഫിക് തടസ്സമായി ഒരു വാഹനം ഇങ്ങനെ കിടക്കുമ്പോഴാ പോലീസ് ഇങ്ങനെ ചെയ്യാറുള്ളത്. അതിന് നമ്മുടെ വണ്ടി അങ്ങനെ ഒരു നിയമലംഘനം നടത്തിയിട്ടില്ലല്ലോ. അതെ, എനിക്കൊരു ഡൗട്ട്. നമ്മൾ ആരവിനെ വണ്ടിയിൽ കടത്തിക്കൊണ്ടു പോയത് പോലീസ് അറിഞ്ഞു കാണുമോ? അറിഞ്ഞു കാണൂ. അക്കാര്യം പോലീസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വണ്ടി അന്വേഷിച്ച് സ്റ്റേഷനിൽ എങ്ങനെ പോവും? നിന്റെ പപ്പയും അമ്മയും കൊണ്ട് വിളിച്ചു പറഞ്ഞാലോ? എന്നിട്ട് വേണം എന്നെ മുംബൈയിലേക്ക് അവര് കടത്തിക്കൊണ്ടു പോവാൻ. ഒന്നും ശരിയാവൊന്നുമില്ല. അല്ല, ആരവാണ് കാരണമെങ്കിൽ എല്ലാം പ്രശ്നം. നമ്മള് വണ്ടി തിരക്കി അങ്ങോട്ട് പോയില്ലെങ്കിലും പോലീസ് നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നേക്കും. പോലീസ് നമ്മളെ പൊക്കോ? എന്നാ പിന്നെ ഇപ്പൊ തന്നെ അവനെ പാക്ക് ചെയ്ത് പറഞ്ഞു വിട്ടാലോ? അതിപ്പോ നടക്കുന്ന കാര്യമല്ലല്ലോ.
ഉം.